ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കർത്താവ് ധാരാളമായിട്ട് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ദൈവം ഏദൻ പൂങ്കാവനത്തിൽ താൻ സൃഷ്ടിച്ച തൻ്റെ മക്കളായിരിക്കുന്ന ആദാമിനോടും ഹവ്വയോടും കൂടെ സമയം ചെലവഴിച്ചു. ഓരോ സായാഹ്നങ്ങളിലും അവൻ അവരോടൊപ്പം ഇറങ്ങി വന്ന് സംസാരിക്കുമായിരുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുമായിരുന്നു, സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു. ഇതുപോലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങളുമായിട്ട് കുശലാന്വേഷണം നടത്തുന്ന അതുപോലുള്ളൊരു അനുഭവം കർത്താവ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുകയാണ്. 2026 അത്തരത്തിൽ ആത്മീകമായിട്ട് നിങ്ങൾ ശക്തമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ 2 സ്പോൺസേഴ്സ്, കോ സ്പോൺസേഴ്സ്, മൂന്നാറിന്ന് വിജയലക്ഷ്മി, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജോലിയിലെ പ്രശ്നങ്ങൾ മാറുവാൻ, ജനുവരി 23 തുടങ്ങുന്ന എക്സാം പാസ്സാകുവാൻ, പണം തിരികെ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ വഴികൾ തുറക്കണമേ. അടുത്ത തൃശ്ശൂരിൽ നിന്ന് ബീനയാണ്. സ്ഥലത്തിന് കൂടുതൽ പണം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഗവൺമെൻറ് ജോലി പെർമനൻ്റ് ആകുവാൻ, ഇളയ മകളുടെ ഡിപ്രഷൻ പൂർണ്ണമായും സൗഖ്യമാകുവാൻ, ബീനയ്ക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റന്നാൾ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാണാമല്ലോ. രാവിലെ 10 മണി മുതൽ നടക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞായറാഴ്ച നടക്കുന്ന സ്പെഷ്യൽ ആരാധനയിലും ദയവായി കടന്നു വരിക, പങ്കെടുക്കുക. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ നടക്കാൻ പോകുകയാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ കാത്തു നിൽക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ജനുവരി 10-11 ദിവസങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ ടീമായി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ സർവീസ് കൊച്ചിയിൽ നടന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. അവിടെ കർത്താവ് റിലീസ് ചെയ്ത അഭിഷേകം, വാഗ്ദത്തങ്ങൾ, വലിയൊരു അത്യന്ത ശക്തിയുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് ഈ ടീം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ജനുവരി 10-11 ശനി ഞായർ ദിവസങ്ങളിൽ രാജധാനി ഓഡിറ്റോറിയം കിഴക്കേക്കോട്ടയിലാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് വ്യക്തിപരമായി ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം, യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഈ 2026 ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ പറയുന്നത് പേമാരി പോലെ കർത്താവ് കോരിച്ചൊരിയുന്ന ദിവസമായിരിക്കും. ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് കർത്താവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ശത്രുക്കളെ പോലും കൊണ്ടുവരണം. കാരണം ശത്രുക്കളെ കർത്താവ് അവിടെ വെച്ചങ്ങ് മിത്രമാക്കും. സോ സീ യു ദേർ. Welcome back to the year of the supernatural, and also welcome back to the month of supernatural beginnings. കഴിഞ്ഞ 7 ദിവസങ്ങൾ പിന്നിട്ടു, ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇന്ന് അടുത്ത ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ബ്ലെസ്സിങ് ടുഡേയുടെ ഡിവോഷണൽ ഡയറി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ നമ്മൾ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ എന്ന് വിളിക്കുമെങ്കിലും ബേസിക്കലി ദിസ് ഇസ് എ ഡിവോഷണൽ ഡയറി. സോ സ്വന്തമായിട്ട് വചനം ധ്യാനിച്ചെഴുതാം, ഇല്ലെങ്കിൽ മോർണിംഗ് ഗ്ലോറിയിൽ കുറച്ച് ഗൈഡ് ലൈൻസ് അല്പം ഞാൻ തരുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്യാം. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഇത് ബ്ലാങ്കായിട്ട് അങ്ങ് തരുന്നു. അതേ ദിവസത്തെ ഫോക്കസ് വേർഡും ഫോക്കസ് വേഴ്സൊക്കെ ഉണ്ട്, റീഡിംഗ് പ്ലാനുണ്ട്, ഡെക്ലറേഷനുണ്ട്, അവരവരായിട്ട് ചെയ്യട്ടെ. പക്ഷേ ഒത്തിരി പേരും ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ അതിനൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി ദൈവവുമായി ഒരുമിച്ച് ഇരുന്ന് വചനം ധ്യാനിക്കാനുള്ള, അത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്രാക്ടീസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. ഇന്ന് ജനുവരി 8, അതിൽ ഫോക്കസ് വേർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെക്ലറേഷൻ, ഫോക്കസ് വേർഡ്സ്, റീഡിംഗ് പ്ലാൻ എല്ലാം ഉണ്ട്. റീഡിംഗ് പ്ലാൻ ഒന്നും ഞാൻ ടച്ച് ചെയ്യാറില്ല, കാരണം പല അധ്യായങ്ങൾ അവരവരായി വായിക്കേണ്ടതാണ്. എന്നാൽ ഈ ബ്ലാങ്ക് പേജിൽ ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ഞാൻ പറയാതെ തന്നെ കുറിച്ചെടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിന് ശേഷം പല പ്രാവശ്യം അതേ വചനഭാഗങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും
അവരവരായി പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന അതുകൂടെ ചേർത്തെഴുതുക. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുക. ഇതിലോരോന്നും ഒരു പ്രസംഗങ്ങളാക്കാം, ടീച്ചിങ് മെറ്റീരിയലാക്കാം, ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ പഠിപ്പിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനൊക്കെ വരുമ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റും കുടുംബ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാം. അതത് ദിവസം ഫാമിലി മൊത്തം വന്നിട്ട് ഈ ഡയറി തുറക്കുക, കുറിച്ചെടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിക്കുക, എല്ലാവരും ഡിസ്കസ് ചെയ്യുക, അവരവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് പറയുക, അതും കൂടി എഴുതി ചേർക്കുക. ഇങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിലും ഇത് ഉപയോഗിക്കാം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കിട്ടുന്നത് മാത്രമല്ല, ഇത് മറ്റുള്ളവരെ ടീച്ച് ചെയ്യാൻ ഉപയോഗിക്കാം, ഒരു ഡിസ്കഷൻ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കിട്ടിയിട്ടില്ലാത്ത, ഈ ഡയറി കിട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമസോണിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത് ലഭ്യമാണ്. അല്പം കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ ഒരു കാരണവശാൽ ഈ വർഷം ഇതിന് റീപ്രിൻ്റ് ഇല്ല. വർഷത്തിലൊന്ന് മാത്രമല്ല നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വളരെ വേഗത്തിൽ, കിട്ടിയിട്ടില്ലാത്തവർ കുടുംബത്തിൽ ഓരോരുത്തരുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടായിരിക്കണം, എങ്കിലേ പേഴ്സണലി ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഈ വർഷം ദൈവസന്നിധിയിൽ ഒത്തിരി അടുക്കുകയും ഒരുങ്ങിയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേർഡ് ഈസ് പ്രൊവിഷൻ. ദൈവത്തിൻ്റെ കരുതൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. ദൈവത്തിൻ്റെ കരുതൽ, ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുതൽ ടൈപ്പ് ചെയ്തിടുക. ഒരാൾ തന്നെ 10 പ്രാവശ്യം ഇട്ടോ, എല്ലാവരും ഇടുക. കമൻറ്റ് സെക്ഷനിലിടാം, ലൈവ് ചാറ്റിലിടാം. പ്രൊവിഷൻ. ഫോക്കസ് വേർഡ് ഈസ് പ്രൊവിഷൻ. ഫോക്കസ് വേഴ്സ് Philippians chapter 4 and verse number 19. And my God will meet all your needs according to the riches of His glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരും. വാട്ട് എ വേഴ്സ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എല്ലാം വെച്ച് പോകാൻ നമുക്ക് സമയമില്ല. ഒരു ഡെക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഐ ലാക്ക് നത്തിങ് ടുഡേ. ചിലരൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞു, ഇത് ഇംഗ്ലീഷാണ്, ഇതിൻ്റെ മലയാളം കിട്ടുമോ? ഇതിൻ്റെ മലയാളീകരിച്ച് ചെയ്യാനൊന്നുമില്ല. ഞാൻ മലയാളത്തിലിരുന്നുകൊണ്ട് പറയുന്നത് കൊണ്ട്, അഥവാ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാകാത്തവർക്ക് എല്ലാ ദിവസവും ഞാൻ എൻ്റെ മലയാളം പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കുറിച്ചെടുക്കാം. ദാറ്റ്സ് ഓൾ. കാരണം ഇതിലേക്ക് മലയാളം കൂടി ആഡ് ചെയ്താൽ പിന്നെ എഴുതാൻ സ്പേസ് ഇല്ലാതെ വരും. അവരവരായി പലതും എഴുതാനുണ്ടല്ലോ. സോ വാക്യം നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങളുടെ മലയാളം ബൈബിൾ എടുത്ത് ഫിലിപ്പിയർ 4:19 എടുക്കുക. അത് മൊത്തം കിട്ടി. പിന്നെ ഒരു വേർഡേ ഉള്ളൂ, ഫോക്കസ് വേർഡ്. അത് ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഡെക്ലറേഷൻ്റെ മലയാളം ഞാൻ പറയുന്നുണ്ട്. ബൈബിൾ റീഡിംഗ് പ്ലാൻ എന്താ ചെയ്യേണ്ടത്? അതിലെഴുതിയിരിക്കുന്നത്, ഇപ്പോൾ സാംസ് ആണെങ്കിൽ സങ്കീർത്തനം എടുക്കുക. സാധാരണ ബൈബിളിലൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും സാമൊന്നും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ, ഉള്ളടക്കത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ അടുത്ത മലയാളം, അങ്ങനെ ആ രീതിയിലൊന്ന് ചേർത്ത് എഴുതി വെക്കുക. വാവ്. സോ ഡെക്ലറേഷൻ ഇതാണ്, ഐ ലാക്ക് നത്തിങ് ടുഡേ. ഇന്ന് എനിക്ക് ഒന്നിനും കുറവില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും മുട്ടില്ല. പറഞ്ഞേ, എനിക്കൊന്നിനും മുട്ടില്ല. ആൻഡ് പിന്നെ പറയുന്നത്, മൈ ഗോഡ് ഈസ് മൈ സോഴ്സ്. ദൈവമാണ് എൻ്റെ ഉറവിടം. പറഞ്ഞേ, ദൈവമാണ് എൻ്റെ ഉറവിടം. ആൻഡ് മൈ സപ്ലൈസ് ഓവർഫ്ലോയിങ്. എനിക്കുള്ളത് എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. എനിക്ക് ദൈവം നൽകുന്നതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ മനസ്സിലൊരു പിടുത്തം കാണും, അങ്ങനെയൊന്നും അല്ലല്ലോ കർത്താവ്, പലതിലും എനിക്ക് കുറവുകളുണ്ട്, പലതും തികയുന്നില്ല, ഞെരുക്കത്തിലാണ്, കടത്തിലാണ്, വായ്പ വാങ്ങിയാണ് ജീവിക്കുന്നത്, ലോൺ അടച്ചിട്ടില്ല, വീടിൻ്റെ വാടക എങ്ങനെ കൊടുക്കുമെന്നറിയില്ല. ഇങ്ങനെ സാഹചര്യം വിരുദ്ധവും ആയിരിക്കുന്ന സാഹചര്യം ഇതിൻ്റെ ഓപ്പോസിറ്റാണെങ്കിൽ ഇത് പറയാൻ, ഈ പ്രഖ്യാപനം നടത്താൻ ഒരു മടി ഉള്ളിൽ കാണും. പക്ഷെ ഞാൻ വിശദീകരിക്കാം, അല്പം ക്ഷമിച്ചു. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് പൗലോസാണല്ലോ ഈ ഭാഗം എഴുതുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ
ആണ് അദ്ദേഹം എഴുതുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഹി വാസ് ഇൻ പ്രിസൺ. കാരാഗ്രഹ ലേഖനങ്ങൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ചാൽ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ കത്തുകൾ, ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ഫിലിപ്പ്യ ലേഖനം. ഫിലിപ്പിയർക്ക് അദ്ദേഹം എഴുതുമ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്നത്. Paul writes these words from prison, not from abundance. ഒരു വലിയ സമൃദ്ധിയിലിരുന്നു കൊണ്ടല്ല അദ്ദേഹം ഈ കത്തെഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതെങ്ങനെ എഴുതാൻ പറ്റി എന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് ആഴ്ചകളായിട്ടൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന് മാറിയിടാൻ, മാറി ധരിക്കാൻ ഒരു ഉടുപ്പില്ലായിരിക്കാം. മാത്രമല്ല ചില കാരാഗ്രഹങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. 4 അടിയോളമേ പൊക്കമുള്ളൂ. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സ്വന്തം ഒരു മുറി ഉള്ളതുപോലെ, സ്വന്തം ഒരു വീടുള്ളതുപോലുള്ളൊരു യാതൊന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ. കേട്ടിരിക്കുന്നതനുസരിച്ച് അദ്ദേഹം വലിയ ധനാഢ്യനായ പിതാവിൻ്റെ മകനായിരുന്നു. വലിയ ധനിക കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഈ ശൗൽ. അദ്ദേഹം പൗലോസായി മാറി. അപ്പോൾ അത്രയും സുഖസൗകര്യങ്ങളിൽ ജീവിച്ച, എന്ന് മാത്രമല്ല ഭയങ്കര സൊസൈറ്റിയിൽ വലിയ പൊസിഷനുണ്ടായിരുന്ന ഒരു വലിയൊരു മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്നും ലെറ്റർ ഒപ്പിട്ട് മേടിച്ച് ക്രൈസ്തവരെ കൊന്നൊടുക്കുവാൻ ഗവൺമെൻറ് സപ്പോർട്ടോടെ, അല്ലെങ്കിൽ അന്നത്തെ മതത്തിൻ്റെ സപ്പോർട്ടോടുകൂടെ വിശ്വാസികളെ കൊന്നെടുക്കുവാനുള്ള അധികാരപത്രം കയ്യിൽ കൊണ്ടു നടന്ന ഒരു ടെററിസ്റ്റായിരുന്നു ഈ മനുഷ്യൻ. ചെറിയ പരിപാടിയല്ലല്ലോ. അങ്ങനൊരു മനുഷ്യനിപ്പോൾ ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ശരിയായ സമയത്ത് ആഹാരം കിട്ടാതെ, സ്വാതന്ത്ര്യമില്ലാതെ, നേരെ ചൊവ്വയൊന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രൈവസി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുവാണ്, My God will meet all your needs according to the riches of His glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇത് പറയണമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്കപ്പുറത്തൊരു വിശ്വാസം, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിനപ്പുറത്തുള്ളൊരു കൺഫെഷൻ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ, ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഇതുപോലെ തന്നെ പറഞ്ഞ ഒരാളാണ് ദാവീദ്. അറിയാം, 21-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇതെഴുതുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. 23-ാം സങ്കീർത്തനം എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു ആട്ടിടയനായിട്ടൊക്കെ ജീവിക്കുന്നൊരു കാലത്തായിരിക്കണം. രാജാവായ ശേഷം ആണോ എനിക്ക് തോന്നുന്നില്ല. അന്ന് ഒരു ബാലനായി അപ്പൻ്റെ ആടുകളൊക്കെ മേയിച്ച് നടന്ന കാലത്തായിരിക്കണം അദ്ദേഹം ഇത് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് രാജകീയ പ്രൗഢിയിൽ ഒത്തിരി സുഖസൗകര്യങ്ങളോടുകൂടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ഭണ്ഡാരമൊക്കെ ഉള്ള സമയത്തായിരിക്കണമെന്നില്ല അദ്ദേഹം ഇത് എഴുതിയത്. സാഹചര്യങ്ങൾ ഓപ്പോസിറ്റായിരുന്നിരിക്കണം. എന്നാൽ വിശ്വാസത്താൽ താനെന്തായി തീരും എന്നത് കണ്ട് താൻ കൺഫസ് ചെയ്യാൻ തുടങ്ങി. പാട്ടെഴുതി, ട്യൂൺ ചെയ്ത്, കമ്പോസ് ചെയ്ത്, അത് പാടി, അനേകരേറ്റ് പാടി. ഇന്ന് നമ്മളത് ഏറ്റു പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുഴപ്പം, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ അത് പാടാൻ മനസ്സനുവദിക്കുന്നില്ല, പക്ഷെ ആത്മാവ് അനുവദിക്കും. നമ്മൾ പാടുന്നതും പ്രസംഗിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ചുറ്റിലും നോക്കി ഇന്നെന്താണോ അതല്ല, എന്ത് ആയിത്തീരണമോ, എന്തനുഭവിക്കണമോ, എന്ത് പ്രാപിക്കണമോ, എവിടെ എത്തിച്ചേരണമോ, അത് കണ്ടു വേണം നമ്മൾ പാട്ടെഴുതാൻ, അത് കണ്ടു വേണം നമ്മൾ പ്രസംഗിക്കാൻ, അത് കണ്ടു വേണം പ്രഖ്യാപനം നടത്താൻ. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതുന്നുണ്ടോ? ഈ ചില ആളുകൾ ചെയ്യുന്നത് വാക്യങ്ങൾ മാത്രം എഴുതുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയുന്നത്, ഞാനൊക്കെ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് ആളുകൾ KSRTC ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വരും. അപ്പോൾ ആ സമയത്ത് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് പോക്കറ്റിലിട്ടുകൊണ്ട് വരും. എന്നിട്ട് ആ ടിക്കറ്റിൻ്റെ പുറത്താണ് 1 പത്രോസ് 5:8 എഴുതി വെക്കും, 2 തിമോത്തിയോസ് 3:10 എഴുതി വെക്കും. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ടിക്കറ്റ് പറന്നു പോകും.
അപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വന്നോ അതുപോലെ തന്നെ ബ്ലാങ്കായിട്ട് തിരിച്ചു പോകും. ഈ ഡിവോഷണൽ ഡയറി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഡിവോഷണൽ ഡയറി തന്നിരിക്കുന്നത് വളരെ കൃത്യമായി വാക്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ 1 പത്രോസ് 5:8 എന്ന് എഴുതി വെച്ചാൽ ഇതെന്ത് പറഞ്ഞു, എന്തിനു പറഞ്ഞു, ആര് പറഞ്ഞു, നാളെ ഒരു ഓർമ്മയുണ്ടാവില്ല. എന്നാൽ അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ കൂടെ എഴുതിയാൽ അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ പറഞ്ഞതെല്ലാം കൂടെ തിരിച്ച് റീപ്ലേ ആയിട്ട് തിരിച്ച് റീലോഡ് ചെയ്ത് ഓർമ്മയിലേക്ക് വരും. സോ അങ്ങനെ വേണം എഴുതി പോകാൻ. ഓൾറൈറ്റ്. സോ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഒരു സമൃദ്ധിയുമില്ലാത്ത കാലത്ത് തൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത സമയത്താണ് അദ്ദേഹം ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുക, എൻ്റെ ദൈവം. എല്ലാവരും ഇവിടെ ഒന്ന് പിടിച്ച് പറഞ്ഞ് എൻ്റെ ദൈവം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ, എനിക്കത് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ തോന്നുന്നു. എൻ്റെ ദൈവം. അഭിമാനത്തോടെ പറ, വിശ്വാസത്തോടെ പറ, ദൈവത്തോട് ചേർന്ന് നിന്ന് പറ, ദൈവത്തെ പ്രതിനിധീകരിച്ച് നിന്നുകൊണ്ട് പറ, എൻ്റെ ദൈവം. പറ, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിലിടാം, എല്ലായിടത്തും ഇടുക, ലൈവ് ചാറ്റിലിടാം, എഴുതി വെക്കാം, എൻ്റെ ദൈവം. സോ എൻ്റെ ദൈവം. അപ്പോൾ ഇവിടെ ഈ എൻ്റെ എന്ന് പറയുമ്പോൾ ദൈവവും ഞാനും തമ്മിലൊരു ബന്ധം കൂടി അല്ലേ. എൻ്റെ സ്വന്തം ദൈവം, എന്നോട് ബന്ധപ്പെട്ട ദൈവം. അപ്പോൾ സോ ഇവിടെ പ്രൊവിഷൻ ഈസ് നോട്ട് ജനറിക്, ഇറ്റ് ഈസ് റിലേഷണൽ. എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിലൂടെയാണ് സപ്ലൈ ഉണ്ടാകുന്നത്. കേട്ടായിരുന്നോ? ദൈവവുമായി നമുക്ക് നല്ല ബന്ധമുള്ളപ്പോഴാണ് ആ സപ്ലൈ ലൈൻ ക്ലിയറായി ഒഴുകുന്നത്. ആ സപ്ലൈ ഒഴുകാൻ തുടങ്ങി. എൻ്റെ ദൈവം, എൻ്റെ ദൈവം. കൂടാതെ എൻ്റെ ദൈവത്തെ എനിക്കറിയാം, പിശുക്കനല്ല, ധാരാളമായി അനുഭവിക്കാൻ തരുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്. നിങ്ങൾക്കുള്ളത് ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ ചിലരോടൊക്കെ ഞാൻ ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ ഇത് പ്രവചനദൂതായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വർഷത്തേക്ക് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഈ വർഷത്തേക്ക് ആവശ്യമുള്ള സകല സാധന സാമഗ്രികളും സപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തോടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന. ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞു. ഇരിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലകാലമൊക്കെ മറന്ന് ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എഴുതി വെക്കുക, ഗോഡ് ഈസ് മൈ സോഴ്സ് നോട്ട് എ ചാനൽ. ദൈവം എൻ്റെ ഉറവിടമാണ്, അതല്ലാതെ ദൈവം ഇത് സപ്ലൈ ചെയ്യുന്നൊരു ചാനലല്ല. ചാനലായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചില ആളുകൾ നമുക്ക് കൊണ്ടുവന്ന് ചില സാധനങ്ങൾ തരും, അപ്പോൾ ദേ ആർ എ ചാനൽ. അതുപോലെ ജോലി ഒരു ചാനലാണ്. ജോലിയിലൂടെ നമുക്ക് ശമ്പളം കിട്ടുന്നു. ബിസിനസ് ഒരു ചാനലാണ്. സാലറി ഒരു ചാനലാണ്. അതുപോലെ പലതിനെയും ദൈവത്തിന് ഉപയോഗിക്കും. കാക്കയെ വരെ ഉപയോഗിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. നമുക്ക് സപ്ലൈ ചാനൽസ് ഒത്തിരിയുണ്ട്, പക്ഷേ സപ്ലൈ സോഴ്സ് എന്ന് പറയുന്ന ദൈവമാണ്. ഈ ബോധ്യമുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടി പറയാം. അതായത് ദൈവമാണ് ഉറവിടം. പറഞ്ഞേ, ടൈപ്പ് ചെയ്യുക, എല്ലാവരും ടൈപ്പ് ചെയ്യുക. ദൈവമാണ് ഉറവിടം. ദൈവം ചാനലല്ല. ആ ചാലിലൂടെ അല്ല. ദൈവം എന്ന് പറയുന്നത് ചാലല്ല, പകരം ഉറവിടമാണ്. ഈ ദൈവം പല ചാനലുകളിലൂടെ ദൈവം പലതും നമുക്ക് എത്തിച്ചു തന്നേക്കും. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ ഒരിക്കലും ഒരു ചാനലായി കാണരുത്, ഉറവിടമായി കാണണം. എല്ലാവരും 2 കൈ ഉയർത്തി പറഞ്ഞേ, ദൈവം എൻ്റെ ഉറവിടമാണ്. ഗാഡ് ഈസ് മൈ സോഴ്സ്. ചാനലുകൾ മാറും, പക്ഷെ ഉറവിടം മാറുകയില്ല. എഴുതി വെക്കുക, ചാനലുകൾ മാറും, ഉറവിടം ഒരിക്കലും മാറുകയില്ല. എന്ന് വെച്ചാൽ കുറേ നാൾ ഒരാൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സഹായിച്ചു, അല്ലെങ്കിൽ കുറേ നാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ ജോലി അങ്ങ് പോയി. ഉടൻ തന്നെ ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഇനി എങ്ങനെ ജീവിക്കും? കയറിൽ തൂങ്ങണോ അതോ വിഷം കുടിക്കണോ, റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തല വയ്ക്കണോ? ഇത് എങ്ങനെ ജീവിക്കും? അതിന് കാരണം ആ ചാനലിനെ സോഴ്സായി കണ്ടു, അല്ലെങ്കിൽ ഉറവിടമായി കണ്ടു. അവിടെയാണ് തെറ്റ് പറ്റിയത്. ആ ജോലി പോയാൽ ആ ജോലി തന്ന അതേ ദൈവത്തിന് വേറൊരു ജോലി തരാൻ കഴിയും
എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തല പുകയ്ക്കേണ്ടി വരും. രോഗങ്ങൾ വരുത്തി വയ്ക്കുക, സ്ട്രെസ്സും സ്ട്രെയിനും ആൻസൈറ്റിയും വറിയും എല്ലാം കൂടെ വന്ന ജീവിതം ആകെപ്പാടെ തകരാറിലാവും. പകരം എന്നെ നടത്താൻ ശക്തനായൊരു ദൈവമുണ്ട്, പോക്കറ്റിൽ കാശുള്ളൊരു ദൈവമുണ്ട്, ബാങ്കിൽ ബാലൻസ് ഉള്ളൊരു ദൈവമുണ്ട്, വലിയ ഭണ്ഡാരങ്ങൾ ട്രഷറി ഉള്ളൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ ജോലി പോയാൽ അടുത്ത ദൈവം തരും. റിട്ടയർ ചെയ്യുകയാണ് ചിലരൊക്കെ ഒരുപക്ഷെ ഈ വർഷം നിങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ വർഷമായിരിക്കും. ഇനി എങ്ങനെ ജീവിക്കും, മക്കളെ നോക്കുമോ, ഞാൻ കരിവേപ്പില പോലെ എന്നെ എടുത്ത് കളയുമോ എന്നൊക്കെ ഇങ്ങനെ ആദ്യം പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. റിട്ടയർമെൻറ്റ് വരെ നടത്താൻ അത് പറഞ്ഞാൽ ജനിച്ചപ്പോൾ തുടങ്ങി. ജനിച്ചപ്പോൾ ഒരു 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 ഡ്രസ്സ് പോലും ഇല്ലാതെ ഉണ്ടോ വന്നേ, മറക്കരുത്. ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇന്നർ വെയർ പോലും ഇല്ലാതെയാണ് ജനിച്ചത്. പിന്നെ ഔട്ടർ വെയർ ഒന്നുമില്ലാതെ ജനിച്ചിട്ട് പെൻഷൻ പറ്റുന്നവരെ, പെൻഷൻ ഉണ്ടോയെന്ന് ചിലപ്പോൾ ഇല്ലായിരിക്കാം, റിട്ടയർമെൻറ്റ് വരെ ഭക്ഷണവും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയ ദൈവത്തിന് ഇതിന് ശേഷം മരണം വരെ, ശവപ്പെട്ടി വരെ നടത്താൻ പറ്റില്ലെന്നാണോ? ആ ടെൻഷൻ എടുത്ത് കള പ്ലീസ്. ഹലോ, ചില ടീച്ചേഴ്സ് ഈ വർഷം റിട്ടയർ ചെയ്യും, നോ പ്രോബ്ലം, അതിനുശേഷം നടത്തും. മക്കൾ നോക്കിയില്ലെങ്കിൽ നോക്കാൻ ഒരാളുണ്ടെന്നേ. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് താഴ്ത്തോട്ട് പോകുമായിരിക്കാം, ഞാൻ പറഞ്ഞത് അതെല്ലാം ചാനലുകളാണ്, ഉറവിടം ദൈവമാണ്. മറക്കരുതേ. അപ്പോൾ ഈ ദൈവം ഉറവിടമാണ് എന്ന കാര്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നഷ്ടം ഒരിക്കലും നമ്മളെ നശിപ്പിക്കുകയില്ല. നഷ്ടം എന്നെ നശിപ്പിക്കുകയില്ല. എഴുതി വെക്കുക, നഷ്ടം എന്നെ നശിപ്പിക്കുകയില്ല. പല പ്രാവശ്യം പറഞ്ഞേ, നഷ്ടങ്ങൾ എന്നെ നശിപ്പിക്കുകയില്ല. പറ, നഷ്ടങ്ങൾ എന്നെ നശിപ്പിക്കുകയില്ല. 20 പ്രാവശ്യം പറ, നഷ്ടങ്ങൾ എന്നെ നശിപ്പിക്കുകയില്ല. ഞാൻ നിർത്തിയാലും പറഞ്ഞുകൊണ്ടിരിക്കണം, നഷ്ടങ്ങൾ എന്നെ നശിപ്പിക്കുകയില്ല. ഡിലേസ് വിൽ നോട്ട് പാനിക് മീ. ചിലപ്പോൾ വൈകും, ചിലതൊക്കെ വരാൻ വൈകും, പക്ഷെ അതുകൊണ്ട് ഞാൻ സംഭ്രമിക്കില്ല. പറ, വൈകിയാലും ഞാൻ സംഭ്രമിക്കില്ലെന്ന് പറ. അതുപോലെ ഷോർട്ടേജസ് ഡു നോട്ട് ഡിഫൈൻ മീ. കുറവ് വന്നാൽ അതിനാൽ ഞാൻ നിർവചിക്കപ്പെടുകയില്ല. എന്ന് വെച്ചാൽ എങ്ങനെ ഇതിനെ പറയേണ്ടത്, കുറവ് വന്നതുകൊണ്ട് അതാണ് ഞാൻ, അത്രേ ഉള്ളൂ ഞാൻ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും സപ്ലൈ തരാൻ ദൈവം ശക്തനാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ദിസ് ഈസ് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. ഒരു സൂപ്പർ നാച്ചുറൽ സപ്ലൈ. ഓ മൈ ജീസസ്, ഐ ഫീൽ ദി അനോയിന്റിങ്. ചിലർക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക. ഒരു സൂപ്പർ നാച്ചുറൽ സപ്ലൈ ചിലർക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഈ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നാച്ചുറൽ അല്ല, സാധാരണ സാലറി അല്ല, വന്നുകൊണ്ടിരിക്കുന്ന മാസ വരുമാനമല്ല, കുറച്ച് സ്ഥലങ്ങൾ, ഇതൊക്കെ കെട്ടിടങ്ങളോ മുറികളോ വീടൊക്കെ വാടക കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആ വാടകക്കാർ പോയി കഴിഞ്ഞാൽ എന്താവും? പണയത്തിന് വീട് കൊടുത്തു, അവർക്ക് തിരിച്ചെങ്ങനെ കൊടുക്കും? ഇങ്ങനെയുള്ള ഒത്തിരി ആധിയുമായി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷേ ഞാനാ പറയുന്നത്, സൂപ്പർ നാച്ചുറൽ സപ്ലൈ തുറന്നു തരാൻ കഴിവുള്ളൊരു ഉറവിടമാണ് ദൈവമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കുറച്ച് നേരം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. വെറുതെ ഒരു പഠനമായിട്ട് അവസാനിപ്പിക്കാതെ കുറച്ച് നേരം ഒരു പ്രൈസ് ബ്രേക്ക് എടുത്ത് കർത്താവിനെ സ്തുതിക്കുക. വേണമെങ്കിൽ ഇത്തിരി നേരം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒരു പാട്ടൊക്കെ പാടി ആരാധിച്ചിട്ട് വന്നിട്ട് ബാക്കി കേട്ടാൽ മതി. കാരണം ഐ ഫീൽ ദാറ്റ് അനോയിന്റിങ്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഈ അവിടെ ക്രിസ്തുയേശുവിൽ തീർത്ത് തരും എന്നാണ് പറഞ്ഞത്. സോ പ്രൊവിഷൻ ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമുക്ക് വരേണ്ട കരുതൽ ധനം, നമുക്ക് വരേണ്ട സപ്ലൈ എല്ലാം ക്രിസ്തുയേശുവിലാണുള്ളത്. ഈ കർത്താവിനൊരിക്കലും അതിരിക്കട്ടെ, ഈ കർത്താവിൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകില്ല ആരും. പിന്നെ കർത്താവ് ഒരിക്കലും, കർത്താവിനെ റിസഷൻ ബാധിക്കുന്നില്ല. ഏതെങ്കിലും ക്ഷാമമോ സാമ്പത്തിക മാന്ദ്യമോ നാണയപ്പെരുപ്പമോ ഇല്ലായ്മകളോ വല്ലായ്മകളോ ഒന്നും കർത്താവിനെ ബാധിക്കുകയില്ല. നമ്മൾ അവനുമായിട്ടുള്ള ബന്ധം കറക്റ്റാക്കിയാൽ മാത്രം മതി. ഇതാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവാണ് ഉറവിടമെങ്കിൽ അതിൽ നിന്നും ഗ്രേസ് വിൽ ഫ്ലോ, കൃപ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഹി വിൽ ഗിവ് യു വിസ്ഡം. ആവശ്യത്തിന് ജ്ഞാനം നൽകും. അതത് സമയത്ത് എന്ത് ചെയ്യണം, തീരുമാനങ്ങളെടുക്കാൻ. മാത്രമല്ല ഒരു സംതൃപ്തിയുള്ളൊരു ഹൃദയം കർത്താവ് തരും.
എല്ലാവരും ഒന്ന് പറഞ്ഞേ, എ ഹാർട്ട് ഓഫ് കണ്ടെൻറ്റ്മെൻറ്റ്, സംതൃപ്തിയുള്ള ഹൃദയം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ചുമ്മാ അങ്ങ് എഴുതി വെച്ചു. എന്നിട്ടത് പിന്നീട് വായിക്കണം. ചില കാര്യങ്ങൾ മാത്രമേ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പറയുന്നത് 1 തിമോത്തിയോസ് 6-ാം അധ്യായം 6 മുതൽ 10 വരെ മലയാളം ബൈബിളിൽ നോക്കണം, അത് ഉപയോഗിക്കുന്നവർ. ബട്ട് ഗോഡ്ലിനെസ് വിത്ത് കണ്ടെൻറ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. ദൈവ അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വളരെ ആദായമാകുന്നു, അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ. എന്ന് വെച്ചാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി, അങ്ങനെയാണ് കറക്റ്റ് മലയാളം പറയുന്നത്. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. എന്ന് വെച്ചാൽ ദൈവഭക്തി ഒത്തിരി പേർക്കുണ്ട്, പക്ഷേ സംതൃപ്തി ഉണ്ടോ? ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ദാവീദ് എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് മുട്ട് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഒരു ബാച്ചിലറായിട്ട് ഒരു പക്ഷേ ആടിനെ നോക്കി നടക്കുന്ന, ആരാലും അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അത്രയേ ഉള്ളൂ. പക്ഷേ അവൻ്റെ ഉള്ളിൽ അപ്പോഴും എന്താണ്, ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എനിക്കുള്ളത് എന്നുള്ളൊരു തൃപ്തിയുണ്ട്. ദൈവം അത് ചെയ്തോളൂ. അങ്ങനെ എൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം വായിച്ച് നോക്കണം. ഈ മെറ്റീരിയൽ ആവശ്യങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താകണം. നമുക്കിന്ന് സമയമില്ല അത് മൊത്തം വിശദീകരിക്കാം, മറ്റേതെങ്കിലും സമയത്ത് ഞാനത് വിശദീകരിച്ചോളാം. എവിടെയെങ്കിലും വെച്ച് ഞാൻ നിങ്ങൾ ചിലരോട് പറയുകയാണ്, എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ സപ്ലൈ നിന്ന് പോയാൽ അടുത്ത സപ്ലൈ കർത്താവ് തുറന്നിരിക്കും. ഈ 2026 കാര്യം പറയുന്നത്, ഈ സൂപ്പർ നാച്ചുറൽ ഇയറിൽ എവിടെയെങ്കിലും വെച്ച് സപ്ലൈ കട്ടായാൽ അടുത്ത് ഏലിയാവിനൊരു സപ്ലൈ കട്ടായി. ഉടൻ തന്നെ കർത്താവ് എന്ത് പറഞ്ഞു? കേരീത്ത് തോടിൻ്റെ അടുക്കൽ പോകാൻ പറയുന്നു. പിന്നെ കർത്താവ് പറയുന്നു വിധവയുടെ അടുക്കിലേക്ക് പോകാൻ പറയുന്നു. അടുത്ത സപ്ലൈ തുറക്കുകയാണ്. ഒന്ന് അടയുമ്പോൾ അടുത്ത തുറക്കും. ഒന്നുകൂടെ, ഒരു സപ്ലൈ അടയുമ്പോൾ അടുത്തത് കർത്താവ് തുറന്നിരിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഉറപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ മൊബൈൽ, നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലുണ്ടല്ലോ, ഇതിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്. ഇന്നലെ രാത്രി ഞാനിത് കുത്തിയിട്ട് ഇതിന് സപ്ലൈ കൊടുത്തു, ചാർജ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്ന് ഉപയോഗിക്കുക. കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചാർജ് ഡ്രെയിൻ ആകാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും കൊണ്ടുപോയി കുത്തിയിടണം. സോ ഇതുപോലെ നമ്മൾ ദൈവവുമായി വെൻ വി ആർ കണക്റ്റഡ് ടു ദ പവർ, ദൈവത്തോട് നമ്മൾ എങ്ങനെ പറയും, നമ്മളെ തന്നെ കണക്ട് ചെയ്ത് നിർത്തിയാൽ വീണ്ടും വീണ്ടും ചാർജ് വന്നുകൊണ്ടിരിക്കും, അതിലൂടെ സപ്ലൈയും വന്നുകൊണ്ടിരിക്കും. ആമേൻ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ആരും റെഡി? കർത്താവെ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മകൾ, അനുഗ്രഹങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം കർത്താവ് വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, ബ്ലസ് ചെയ്തതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ജീസസ്. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകട്ടെ. കൈനീട്ടി പഠിക്കാം. വളരെ വളരെ ക്രോണിക്കായി നിൽക്കുന്ന രോഗങ്ങൾ, ഒത്തിരി നാളുകളായി നിങ്ങൾ അലട്ടുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൽ ഈ തലവേദന, അതിഭയങ്കരമായ തലവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല്ലുവേദനയാൽ ഭാരപ്പെടുന്നു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അല്ല, കണ്ണിങ്ങനെ മങ്ങിക്കിടക്കുന്നവർ അവിടെ കൈവെക്കുക, തെളിഞ്ഞു വരട്ടെ. TB രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആർത്രൈറ്റിസ് മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി, അങ്ങനെ സപ്ലൈക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ദയവായി ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് നിങ്ങൾ എല്ലാം, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം എഴുതാൻ പറ്റില്ല, പല പ്രാവശ്യം കാണുക, നിങ്ങൾ നോട്ട്സ് ഫില്ലാക്കുക, വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് തരും, അതും എഴുതുക. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ചില വർഷങ്ങളായി പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ ടേബിൾ മൊത്തം പുസ്തകമാണ്. ഇതെല്ലാം കുറേ പുസ്തകങ്ങൾ, ഇവിടെ കുറേ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിൽ, ഹിന്ദിയിൽ, അതിലൊക്കെ നമ്മൾ ചെയ്തു. അതിൽ അവസാന സമയത്ത് ഇറക്കിയ ചില പുസ്തകങ്ങളിലൊന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെളിപാട് പുസ്തകം രൂപരേഖ. കുറച്ച് നാൾ മുമ്പാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 22 അധ്യായങ്ങളും ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ലഭ്യമാണ്, ആമസോണിൽ ലഭ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വന്ന്
കൊച്ചിയിലെ ബ്ലെസ്സിങ് ടുഡേയിലെ ബുക്ക് സ്റ്റോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലോ ചെന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ദിസ് വിൽ റിയലി ബ്ലെസ് യു. ദിസ് ഇസ് എ സ്ട്രക്ചർ ആൻഡ് ദിസ് ഇസ് എൻ ഔട്ട്ലൈൻ ബുക്ക്ലെറ്റ്. ഇതുണ്ടെങ്കിൽ വെളിപാട് പുസ്തകം എന്താണ്, ദിസ് ഇസ് ആക്ച്വലി ജസ്റ്റ് ടു അൺലോക്ക് ദ ബുക്ക് ഓഫ് റെവലേഷൻ.